ശാന്തൻപാറയിൽ പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് NOC നിഷേധിച്ചതിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ CPM. തങ്ങൾ ഭൂമി കയ്യേറിയിട്ടില്ലെന്നും മാത്യുക്കുളനാടന്റെ കയ്യേറ്റത്തെ ന്യായീകരിക്കാൻ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദമാണിതെന്നും ജില്ലാ സെക്രട്ടറി CV വർഗീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങൾ ബിനീഷ് ആന്റണി നൽകുന്നുണ്ട്. ബിനീഷ്, ശാന്തൻപാറയിലെ പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് NOC നിഷേധിച്ചതിൽ ഇപ്പോൾ CPM ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. ഈ ഭൂമി 50 വർഷമായിട്ടൊക്കെ കൈവശമുള്ളതാണ്, ഇത്തരത്തിലൊരു കയ്യേറ്റം നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് CPMന്റെ ഈ ഒരു കാര്യത്തിലുള്ള ഒരു വിശദീകരണമൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുജ, CPMന്റെ ഒരു നിലപാടനുസരിച്ച് നിയമവിരുദ്ധമായി തന്നെയാണ് ഞങ്ങൾ ഇത് നടത്തുന്നത്. ഒരു നിയമത്തിനെതിരായുള്ള ഒരു പ്രവർത്തനം ഇവിടെ നടത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ താങ്കൾ ഭൂമി കയറി ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടില്ല. ഈ മാത്യുക്കുളനാടന്റെ ഒരു കയ്യേറ്റത്തെ ന്യായീകരിക്കാൻ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വാദമാണ് ഇതെല്ലാം തന്നെ. അതോടൊപ്പം തന്നെ ഈ റോഡ് വികസനത്തിന് വേണ്ടി പൊളിച്ചു കൊടുത്ത പാർട്ടി ഓഫീസ് തങ്ങൾ പുനർനിർമ്മിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം തന്നെ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് NOCക്ക് അപേക്ഷ നൽകിയത്. NOC നിഷേധത്തിൽ വീണ്ടും ഹൈക്കോടതി സമീപിക്കുമെന്നെല്ലാം തന്നെയാണ് CV വർഗീസ് വ്യക്തമാക്കിയത്. ഏതായാലും രാഷ്ട്രീയ ആക്രമണത്തിനെതിരെ വസ്തുക്കൾ എത്തിക്കൊണ്ട് ജനങ്ങളോട് എല്ലാം പറയും. ഇനി CPM ഓഫീസ് മാത്രമല്ല, ജില്ലയിലെ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നിയമവിരുദ്ധമാണ്. ഈ ഭൂനിയമ ഭേദഗതി നിലവിൽ വരുന്നതോടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകും എന്നൊക്കെയാണ് CPMന്റെ ഒരു നിലപാട്. ഏതായാലും ഈ ഗാർഹികേതര നിർമ്മാണത്തിനാണ് ഈ അപേക്ഷ നിരസിച്ചത് ജില്ലാ കളക്ടർ. അതോടൊപ്പം തന്നെ 12 ചതുരശ്ര മീറ്റർ പട്ടയമില്ലാത്ത ഭൂമിയിലാണെന്നും 48 ചതുരശ്ര മീറ്റർ റോഡ് പുറമ്പോക്ക് കൈവശം ഇരിക്കുന്നതായും കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് NOC ജില്ലാ കളക്ടർ നിരോധിച്ചത്. ഇതിന് വീണ്ടും ഈ NOC നൽകാൻ തന്നെയാണ് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഒരു CPMന്റെ ഒരു തീരുമാനം. അനുജ, ബിനീഷ്, അതുപോലെ തന്നെ മാത്യുക്കുളനാടന്റെ കയ്യേറ്റത്തെ ന്യായീകരിക്കാൻ ഉയർത്തുന്ന ഒരു വിവാദമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടല്ലേ? തീർച്ചയായും മാത്യുക്കുളനാടന്റെ ഭൂമി സംബന്ധിച്ച് മാത്യുക്കുളനാടന്റെ ഒരു ഭൂമി വിവാദമാക്കിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ കയ്യേറ്റത്തെ മാത്യുക്കുളനാടന്റെ കയ്യേറ്റത്തെ ന്യായീകരിക്കാൻ ഉയർത്തിക്കൊണ്ടുന്ന ഒരു വാദമാണെന്നൊക്കെ തന്നെയാണ് CPM ആരോപിച്ചിരിക്കുന്നത്. ഏതായാലും NOC പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ നിയമപരമായി തന്നെ അതിനെ നേരിടാൻ തന്നെയാണ് ഒരു CPMന്റെ ജില്ലാ നേതൃത്വത്തിന്റെ ഒരു നീക്കം. ഏതായാലും ഇന്ന് ഈ കഴിഞ്ഞ ദിവസം തന്നെയാണ് ഈ ജില്ലാ കളക്ടർ NOC നിരോധിച്ചത്. നിരവധി കാരണങ്ങൾ തന്നെ ഈ ചൂണ്ടിക്കാണിച്ചു ജില്ലാ കളക്ടർ. കാരണം ഈ പട്ടയമില്ലാത്ത ഭൂമിയിൽ റോഡ് പുറമ്പോക്ക് കയറി പട്ടയമില്ലാത്ത ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തി. അതോടൊപ്പം തന്നെ മേഖലയെ നിർമ്മാണ നിരോധനം അടക്കം നിൽക്കുന്ന സമയത്താണ് ഈ പാർട്ടി ഓഫീസ് നിർമ്മാണം നടത്തിയത്. എല്ലാം ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് ഈ NOC നിഷേധിക്കാൻ കാരണം. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും NOCക്കായി ഹൈക്കോടതിയെ സമീപിക്കും എന്നെല്ലാം തന്നെ ഈ CPM ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. അനുജ, വ്യക്തമാണ് ബിനീഷ്. ഇപ്പോൾ ശാന്തൻപാറയിൽ പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് NOC നിഷേധിച്ച കാര്യത്തിൽ ഇപ്പോൾ നിയമപരമായും രാഷ്ട്രീയമായും വിഷയത്തെ നേരിടാൻ തന്നെ ഒരുങ്ങുകയാണ് CPM. ഹൈക്കോടതിയെ സമീപിക്കുകയാണ് CPM. തങ്ങൾ ഭൂമി കയ്യേറിയിട്ടില്ല എന്നുള്ള പ്രതികരണമാണ് CPMന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. മാത്യുക്കുളനാടന്റെ കയ്യേറ്റത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിവാദം മാത്രമാണിതെന്നാണ് CPMന്റെ ഭാഗത്തുനിന്ന് ഇതിലുണ്ടായിട്ടുള്ള വിശദീകരണം. വിശദാംശങ്ങൾ നൽകിയത് ബിനീഷ് ആന്റണിയാണ്.